ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ വീഡിയോ മുട്ടപ്പത്തിരിയാണ് കേട്ടോ. പൊന്നാനിക്കാരുടെയും ഒരു പ്രത്യേക വിഭവമാണ് മുട്ടപ്പത്തിരി. ഇതിൻ്റെ കൂടെ ബീഫ് റോസ്റ്റ് ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും വളരെ രുചിയാണ് കേട്ടോ ഇത് കഴിക്കാൻ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് 250 ml ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് മൈദ, അതും 250 ml കപ്പിൽ തന്നെയാണ് കേട്ടോ. ഇനി ഒരു 7 പപ്പടം നമുക്ക് കുതിർത്താനിടാം. ഞാനിവിടെ ഒരു 7 പപ്പടം എടുത്തിട്ട് കുതിർത്താനിട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് കപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് അതവിടെ കുതിർത്തി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് നമ്മുടെ ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെട്ടുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുതിർന്ന് വന്ന നമ്മുടെ ഈ പപ്പടം ഇതിലേക്ക് നമുക്കിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ കുതിർത്താനിട്ട പപ്പടത്തിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ, അതും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിതിങ്ങനെ മിക്സാക്കി കൊടുക്കുന്നത്. വെള്ളം പിന്നീട് നമുക്ക് ഒഴിച്ച് മിക്സാക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി കൊണ്ടിരിക്കാം കേട്ടോ. കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കണ്ടോ, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ആദ്യം ഒന്ന് ഉടച്ച് സെറ്റാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ കറക്റ്റ് പരുവത്തിൽ തന്നെ നമുക്ക് ഈ മാവ് നമുക്ക് കിട്ടും കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. നമുക്കിത് വേണ്ടത് നമുക്ക് നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ കൂട്ടിൻ്റെ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് വേണ്ടത്. അത്രേ കട്ടി മതി, കൂടുതൽ കട്ടിയൊന്നും വേണ്ട. ഇഡ്ഡലിക്കൊക്കെ അരക്കില്ലേ നമ്മൾ, അതേപോലെ തന്നെ അത്രയും കട്ടിൽ വേണം നമുക്ക് ഈ മാവ് കിട്ടാനായിട്ട്. ഉപ്പ് കുറവുണ്ടോയെന്ന് നോക്കിയിട്ട് വീണ്ടും നമുക്ക് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വേണം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാൻ. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പരന്ന പാനാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ കട്ടയാക്കിയതാണ് കേട്ടോ. ആ വെളിച്ചെണ്ണ കട്ടയാക്കിയത് ഉരുകി വന്നാൽ നന്നായി ചൂടായി വരണം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ ഒരു തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി ഇതുപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീതേക്ക് ഇതുപോലെ വെളിച്ചെണ്ണ ഒന്നിങ്ങനെ തെളിച്ച് കൊടുക്കട്ടെ. അപ്പോൾ അതിങ്ങനെ പൊങ്ങി വരും. പൊങ്ങി നല്ല ഭാഗം മുരിഞ്ഞ് വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ആ ഭാഗത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ ഒരു ബ്രൗൺ കളറായി മെല്ലെ വന്നു കഴിഞ്ഞാൽ, ഗോൾഡൻ നിറമായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ കോരി മാറ്റിയെടുക്കാം. ഒരു പപ്പടത്തിൻ്റെ വലിപ്പത്തിലാണ് കേട്ടോ ഈ മുട്ടപ്പത്തിരി നമുക്ക് കിട്ടുക. ഇതുപോലെ തന്നെയാണ് നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാനായിട്ട് കേട്ടോ, വീണ്ടും ഒന്ന് മുരിച്ചെടുക്കാനായിട്ടാണ് 2 പ്രാവശ്യം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ കോരി മാറ്റിയെടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഇനി കാണിക്കുന്നത് ചീനച്ചട്ടി വെച്ചിട്ടാണ് കേട്ടോ. കുഴിയുള്ള ചീനച്ചട്ടി വെക്കുമ്പോൾ നമുക്ക് ചെറിയ മുട്ടപ്പത്തിരി കേട്ടോ കിട്ടുക. അതിലും നല്ല വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ ഇതുപോലെ തന്നെ ഒരു തവി കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് പൊങ്ങി വരും കേട്ടോ. അതുപോലെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, നല്ല ഗോൾഡൻ കളർ നിറമായാൽ നമുക്ക് ഇതും 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചിട്ടിട്ട് കോരിയെടുക്കാം കേട്ടോ. അങ്ങനെ ചെറിയ മുട്ടപ്പത്തിരിയും വലിയ മുട്ടപ്പത്തിരിയും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വളരെ രുചികരമായ ഒരു മുട്ടപ്പത്തിരിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ചിക്കൻ കറിയോടൊപ്പവും ബീഫ് കറിയോടൊപ്പം കഴിക്കാൻ വളരെ രുചികരമായ ഒരു മുട്ടപ്പത്തിരിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.